ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു അവധി ദിവസമാണ് കേട്ടോ. ഇത് ഭാരത് ബന്ദിൻ്റെ ദിവസത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ അടുക്കളയൊക്കെ വൃത്തികേടായിട്ട് കിടക്കുക. നമ്മൾ ബീഫ് വാങ്ങിച്ചായിരുന്നു. അമ്മയെ കാണിക്കുന്നില്ല, നാത്തൂനെ കാണിക്കുന്നില്ല എന്ന് പരാതി പറയുന്നവർക്ക് ഇതാ അമ്മ ഇന്ന് തരത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചു. അമ്മയാണ് ഉള്ളിയൊക്കെ നന്നാക്കി തന്നത് കേട്ടോ. ഞാൻ ബീഫ് കറി വെക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കഴുകിയിട്ട് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് അതൊന്ന് കുക്കറിനകത്ത് കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അത് ഒരു 2 വിസിലടിപ്പിക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ തോനെയും വിസിലൊന്നും അടുപ്പിക്കത്തില്ല. അങ്ങനെ ഒരു 2 വിസിലടിപ്പിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ കറി വെക്കുന്നത് കേട്ടോ. എളുപ്പം വെക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അടുപ്പിൽ തന്നെ വെക്കുന്നത്. ഇതിപ്പോൾ പെട്ടെന്ന് അങ്ങ് ആക്കാം. വീട്ടിലെല്ലാവരും ഉള്ള ദിവസമല്ലേ, അണ്ണനൊക്കെ ഉള്ള ദിവസമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നേരം എല്ലാവരും കൂടെ ഒക്കെ ഇരിക്കുക എന്നുള്ള ഇതിൽ അപ്പോൾ അങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ അപ്പം നമ്മുടെ ബീഫ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം പാത്രം കഴുകലാണ്. നമുക്ക് ഇന്ന് അവധിയുള്ള ദിവസമായിരുന്നത് കൊണ്ട് തന്നെ തലേന്ന് ഞാൻ ഇച്ചിരി മടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകിട്ട് ഞാനങ്ങനെ പാത്രങ്ങളൊന്നും കഴുകിയില്ലായിരുന്നു. കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പം ആ പാത്രങ്ങളും പിന്നെ രാവിലത്തെ കാപ്പിയുടിയുടെ പാത്രങ്ങളും ഒക്കെയാണ് ഇത്. അപ്പോൾ അതങ്ങ് കഴുകി മാറ്റാം. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിനകത്തിരുന്ന് ബീഫ് ആവുമല്ലോ. ഇത് കലത്തിനകത്ത് വെള്ളം പിടിച്ച് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ടാങ്ക് നിറഞ്ഞ് കഴിയുമ്പോൾ വെള്ളം പോകുമല്ലോ. അപ്പോൾ ആ വെള്ളം വെറുതെ വേസ്റ്റാക്കി കളയേണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ അടുക്കളയിലും ബാത്റൂമിലും എല്ലായിടും പൈപ്പ് തുറന്നിട്ട് ആ വെള്ളം പിടിച്ച് വെക്കും. അതാണ് ആ വെള്ളം ഞാനെടുത്ത് അങ്ങനെ ഒഴിച്ച് വെച്ചത് കേട്ടോ. അപ്പം പാത്രം കഴുകലാണ് നടക്കുന്നത്. അധികം പാത്രമൊന്നുമില്ല എങ്കിലും തലേന്നത്തെ കുറച്ച് പാത്രങ്ങളും ഉണ്ട്. പിന്നെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് പാത്രങ്ങളുമാണ് ഉള്ളത്. പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ പിടിക്കുന്നത് പാർത്തമ്മനാണ് കേട്ടോ. ഇന്ന് ഭാരത് ബന്ദൊക്കെ ആയതുകൊണ്ട് അവർക്ക് സ്കൂളിലൊന്നും പോവണ്ടല്ലോ, ആർക്കും ജോലിയൊന്നുമില്ല, എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് രസമായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. ഒറ്റയ്ക്കല്ല, നമ്മളെന്നും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇതിപ്പം എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ, അതുകൊണ്ടൊരു ആളും അനക്കമൊക്കെ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കല്ല എന്നുള്ളൊരിതുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പാത്രം കഴുകലാണ് നടക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ക്യാമറാമാൻ വീഡിയോ പിടിച്ച് കുഴഞ്ഞിട്ട് ഫോൺ അവിടെ വെച്ചിട്ട് പോയതാണ്. സ്വന്തമായിട്ട് വീഡിയോ അങ്ങ് പിടിച്ചേക്കാൻ മതിയെന്നും പറഞ്ഞുകൊണ്ട് പോയതാണ്. പിന്നെ ഞാൻ കുറേയൊക്കെ പാത്രങ്ങളൊക്കെ കഴിയാറായപ്പോഴത്തേക്കും ആൾ വീണ്ടും തിരിച്ചു വന്നു കേട്ടോ. ഈ ആളെന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ കാണിക്കാം. അതിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അത് നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് നേരത്തെ തന്നെ വെച്ചായിരുന്നു. പിന്നെ ഇനി നമുക്ക് കറി ബീഫ് ഉണ്ടായതുകൊണ്ട് വേറെ ഒന്നും അങ്ങോട്ട് പോകത്തില്ല. അതുകൊണ്ട് ബീഫിൻ്റെ പുറകെ നടക്കാമെന്ന് കരുതി. നമ്മുടെ കുക്കറിനകത്തിരുന്ന് ബീഫ് വെന്തിട്ടുണ്ട്. അതിൻ്റെ ചോപ്പർ പണി മുടക്കി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പണിയാണ് ഉള്ളിയൊക്കെ അരിയാൻ. കൈ കൊണ്ട് ഇങ്ങനെ വെറുതെ ഇട്ട് അരിയണം. പിന്നെ അണ്ണനാണ്ട് വീട്ടിലുണ്ട്, സിനിമ ഏതാണ്ട് കാണുകയാണ്. പുള്ളി ഇന്ന് വർക്കൊന്നും ഇല്ലല്ലോ, വണ്ടി ഓടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് വീട്ടിലുണ്ട്. വേണ്ടോ ഉള്ളി അരിയേണ്ട ചോപ്പർ പണി മുടക്കിയത് കൊണ്ടാണ് എനിക്ക് ഭയങ്കര വിഷയം. അല്ലെങ്കിൽ പെട്ടെന്ന് പറയുന്നതിന് മുമ്പേ എൻ്റെ ചോപ്പർ കൂട്ടനെല്ലാം ശരിയാക്കി തരുന്നതായിരുന്നു. എനിക്കിനി ഒരെണ്ണം കൂടി വാങ്ങിക്കണം ചോപ്പർ, എങ്കിലേ എല്ലാം സെറ്റാകത്തുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫിൻ്റെ ചൂടൊക്കെ പോയി തണുത്തിട്ടുണ്ട്. ഇത് ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബീഫ് വെന്ത വെള്ളം ഉണ്ടല്ലോ, അത് പാർത്തിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കുടിക്കാനായിട്ടാണ് ആൾ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. എപ്പം ഞാനിങ്ങനെ ബീഫ് വേവിച്ചാലും അന്നേരം അവൻ അതിൻ്റെ വെള്ളം വാങ്ങിച്ച് കുടിക്കും. ഇതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് വേവിക്കുന്നതല്ലേ, അപ്പം മറ്റ് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അവന് ഞാനത് കൊടുക്കും കേട്ടോ. അവനത് ഇഷ്ടമാണ്. അവന് കൊടുക്കാനായിട്ട് ഇത് എടുത്തേക്കുക. കറി വെക്കാൻ ഒഴിക്കാനൊന്നും ചാറ് പിന്നെ സെപ്പറേറ്റ് വെള്ളം ചൂടാക്കി ഒഴിക്കണം. ഈ വെന്ത വെള്ളം കിട്ടത്തില്ല, അവനത് മൊത്തം കൊണ്ടുപോകും. അങ്ങനെ പിന്നെ അവന് ഞാനത് ഒഴിച്ചു കൊടുത്തു. പുള്ളി അപ്പോഴത്തേക്കും വന്ന് ഇരുന്ന് കുടിക്കുകയാണ്. ഇത് ശരീരത്തിന് നല്ലതാണെന്ന് പറയുന്ന കേൾക്കാം, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇല്ല, മറ്റു കുഴപ്പങ്ങളൊന്നും കാണത്തില്ലല്ലോ. നമ്മൾ വേറെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് വേവിക്കുന്നതല്ലേ. അങ്ങനെ പിന്നെ അയാൾക്കത് കുടിച്ചു. അയാൾ അവിടെ അങ്ങോട്ട് മാറി നിൽപ്പുണ്ട്. പിന്നെ ഞാനിവിടെ എൻ്റെ ജോലിയൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ട് നമ്മുടെ ബീഫ് കറി വെച്ചായിരുന്നു. പിന്നെ ഫ്രൈ ഒക്കെ ചെയ്തായിരുന്നു. പിന്നെ സാമ്പാറുണ്ടായിരുന്നു കേട്ടോ, അതും ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് വെള്ളം കുടിക്കുക ഞാൻ കണ്ടില്ല എൻ്റെ പുറകെ വന്നിന്ന് വീഡിയോ പിടിക്കുന്നത്. പിന്നെ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തുണി കഴുകാനായിട്ട് ഇറങ്ങിയേക്കാണ്. നമ്മളെ ഇന്നും മഴ പറ്റിച്ചിട്ടില്ല, വെയിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതിയെന്ന കുറേ തുണികൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കരുതി അങ്ങ് കഴുകിയിടാം. നമുക്ക് ഉണങ്ങിയില്ലെങ്കിലും കുറച്ച് തുണി കഴുകി അയലൊക്കെ നോത്തിടാമെന്നുണ്ടെങ്കിൽ വേറെ ഒരു മങ്ങിയൊരവസ്ഥ മാറുമല്ലോ. റൂമിലോട്ടൊക്കെ വരുമ്പോൾ കഴുകാനുള്ള തുണി ഉണ്ടെങ്കിലും കഴുകാനുള്ള പാത്രം ഉണ്ടെങ്കിലും എനിക്ക് അങ്ങനെ തോന്നുന്നത് ഒരുമാതിരി വേറെ എന്തോ കണക്കാണ്. അത്രയും തുണിയുണ്ട് എനിക്ക് കഴുകാൻ. പിന്നെ പാർത്തൻ്റെ കാർട്ടൂൺ കണക്കാണ് കേട്ടോ അത്. പിന്നെ ഞങ്ങളാണെങ്കിലുണ്ടല്ലോ
ബീഫ് കറി വെച്ചത് കൊണ്ട് തന്നെ ഒരു സൂത്രപ്പണി ചെയ്തു. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും, എങ്കിലും ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ. ചിക്കനോ ബീഫോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബ്രെഡിൻ്റെ കൂടെ വാങ്ങിച്ചിട്ട് കഴിക്കണം കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം പാർത്ഥൻ പറഞ്ഞു നമുക്ക് കഴിക്കാമേന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ബീഫൊക്കെ കുറച്ചെടുത്ത് കറിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ബ്രെഡും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഒരുങ്ങണം കേട്ടോ. എൻ്റെ പൊന്നേ, അപാര ടേസ്റ്റാണ്. ചിക്കൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ സെറ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് കഴിച്ചിട്ടുണ്ടായിരിക്കും, എങ്കിലും ഞാനങ്ങ് പറഞ്ഞതാണ്. ഇങ്ങനെ വാങ്ങിക്കുമ്പം കറിയൊക്കെ വെക്കുമ്പോൾ കഴിച്ച് നോക്കണം, ടേസ്റ്റാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. മധുരവും എരി, ആ ബ്രെഡിൻ്റെ മധുരവും ബീഫിൻ്റെ ആയാലും എരിയും എല്ലാം കൂടെ നല്ല സൂപ്പറാണ്, അടിപൊളിയാണ്. ഞങ്ങൾ പിന്നെ അത് കഴിച്ചു. അതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ല കേട്ടോ. ദാണ്ട ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ബീഫ് കറിയും പിന്നെ ദാണ്ട സാമ്പാറുണ്ടായിരുന്നു, സാമ്പാർ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദാണ്ട പാർത്ഥന് ബീഫ് ഫ്രൈ ചെയ്തതുണ്ട്. ഒരു മഴയോട് കൂടി നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിലും നല്ല വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ, സ്നേഹപൂർവ്വം, രേഷ്മ.